ഏത് ദുഷ്ടന്മാരെ ഈ ചതി ചെയ്തത്? നഞ്ചു കലക്കി മീൻ പിടിക്കാൻ വരുന്നവരെ രാത്രി കാവൽ കിടന്ന് വെട്ടി വെച്ച് കൊല്ലണം. അതാ വേണ്ട. എന്നാലും കൃഷ്ണപുരത്തേക്ക് പമ്പ് ചെയ്യണ കുടിവെള്ളത്തിൽ തന്നെ വേണം ഇവറ്റകൾക്ക് ഈ ക്രൂരത ചെയ്യാൻ. ഭഗവതി, നീ ഒന്നും കാണുന്നില്ലേ? ആ ഗുളികം പണിക്കർ അന്നേ പറഞ്ഞതാ ഇങ്ങനത്തെ ദുർനിമിത്തങ്ങൾ ഉണ്ടാകുന്നു. പരിഹാരം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ടും തീരില്ല. ഇത് മീന് പിടിക്കാൻ വേണ്ടി ആരോ എന്തോ ചെയ്തു എന്നല്ല നിങ്ങൾ കരുതും പോലെ ഒന്നല്ല. കൃഷ്ണപുരത്തേക്ക് ഈ പുഴയെന്ന് വെള്ളം എടുക്കണമെന്ന് അവര് ചിന്തിച്ചിട്ടുണ്ടാവില്ല. കൃഷ്ണപുരത്തെ കാര്യം മാത്രമല്ലല്ലോ, ഇവിടെ പല വീടുകളിലേക്കും ഈ പുഴയിലെ വെള്ളം തന്നെ കിട്ടുന്നത്. സാറ് വന്ന് നന്നായി. ഇത് കണ്ടില്ലേ, ആരോ വിഷം കളത്തിരിക്കാം മീൻ പിടിക്കാൻ. പൊന്നാരിമംഗലം നിവാസികൾക്കായുള്ള പട്ടാള മുന്നറിയിപ്പ്. നാളെ മുതൽ ഓരോ വീട്ടുകിണറ്റിലെയും വെള്ളം RAF ക്യാമ്പിൽ കൊണ്ടുവന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പുഴയിലെ മീൻ ചത്തു പൊങ്ങിയത് കണ്ടിട്ടാ പട്ടാളത്തിന്റെ ഈ നടപടി. ഓർക്ക് ഇത് പുതുമായിരിക്കും. നഞ്ചു കലക്കി മീൻ പിടിക്കാൻ ഇത് ആദ്യമായിട്ടൊന്നല്ലല്ലോ. വെറുതെ മനുഷ്യനെ സൂയിപ്പാക്കാനായിട്ട്. ഇത് ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാ. അതിർത്തിയിലൊക്കെ ഒരു ഗ്രാമത്തെ മുഴുവൻ ഒഴിപ്പിക്കാൻ ഭീകരർ വെള്ളത്തിൽ വിഷം കലക്കും. അന്ന് ഞങ്ങൾ ഇതുപോലൊക്കെ തന്നെ പരിശോധിച്ചിട്ടാ വിടാറ്. അതിന് ഇവിടെ എവിടെയാ ഭീകരര്? ഇനി ഉണ്ടായിക്കൊടുന്നില്ലല്ലോ. ഷോക്കില്ല. എന്താ ഇത് അമ്മൻകുട മഹോത്സവം? ഉത്സവം പൂരമൊന്നും അല്ല സാറേ, കിണറ്റിലെ വെള്ളം പരിശോധിക്കണമെന്ന് പട്ടാളത്തിന്റെ കൽപ്പനയാണേ. ഈ പട്ടാള പൈസകൾക്ക് ഇത് എന്തിന്റെ കേടാ? അത് ഏറ്റുതുള്ളാൻ കുറെ നാട്ടുകാർ കൈതകളും. ഒരു തവണ രുചി അറിഞ്ഞതാണേ. ഇതെന്തോടെ ഇവിടെ വല്ല സ്വിമ്മിംഗ് പൂളും പണിയാൻ പോകുന്നുണ്ടോ? ഇതിന് മാത്രം വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരും സാറല്ലേ അനൗൺസ് ചെയ്തു. അതൊരു ചെറിയ കുപ്പി കൊണ്ടുവന്നാ പോരെ? എന്തായാലും കൊണ്ടുവന്നില്ലേ, നാളെ കുപ്പിയിൽ കൊണ്ടുവരാൻ പറയാം. ഇങ്ങനെ പോയാൽ നമ്മൾ സർവ്വ കച്ചവടം പൂട്ടി കെട്ടേണ്ടി വരില്ല പഠിച്ചോനെ. ഇതും കഴിഞ്ഞ് ചെല്ലുമ്പോ എന്റെ സ്റ്റുഡൻസ് എല്ലാം പോകുമല്ലോ. ഓ ഭഗവതി, ഇന്നെങ്കിലും അവർക്ക് വണ്ടി തള്ളാതെ കഴിക്കാം. KP രാമചന്ദ്രൻ. 3, 4, 5. അതെ, നാളെ വരുമ്പോ ഈ തടിയനെയും പിള്ളേരെയും കൊണ്ടുവരണ്ട കേട്ടോ. എനിക്ക് ഈ കുടം ഇത്രയും ദൂരം ചുമന്നോണ്ട് വരാൻ. അത് സാരില്ല, കുപ്പി കൊണ്ടുവന്നാ മതി. പിന്നെ പോകുമ്പോ ടെന്റിന്റെ പുറകഴി വരണേ, ഞാൻ ഇവിടെ കാത്തിരിക്കാം. കൊടം 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 ഇപ്പുറത്തേക്കിട്ട് കൊടം. ഓക്കെ. കഴിഞ്ഞോ സാർ? നമ്പർ ഇടായിരുന്നു. അതേ നമ്പർ ഇടണ്ട. കറക്റ്റ്. കുട്ടി, നോക്കിയും കണ്ടോക്കെ നമ്പർ ഇട്ടില്ലെങ്കിലേ നമ്പർ റോങ് ആവും. ആ നായര് വൈദ്യരുടെ ചൂണ്ടയിലേ പട്ടാഭി സാറ് കുരുങ്ങിന്നാ തോന്നണേ. നിന്ന് കുറുകണണ്ടില്ലേ? ജോലിക്ക് പോകാൻ വൈകിയല്ലേ? അപ്പം വൈദ്യരുടെ മോളോട് മാത്രല്ല, കുമാരൻ പറഞ്ഞു നടക്കുന്ന വെറുതെ അല്ലട്ടോ. പട്ടാളത്തിന് പഞ്ചാരടിക്കാൻ വേണ്ടിട്ടാണ് ഈ വെള്ളം പരിശോധന. കൃഷ്ണകുട്ടേ സാർ, ഇതൊന്ന് നമ്പർ ഇട്ട് മാറ്റി വെച്ചേക്കാം സാർ. നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾ പരിശോധിച്ചിട്ട് വരും അറിയിക്കാം. പൊക്കോളൂ പൊക്കോളൂ. പട്ടാളക്കാമിനകത്ത് കയറി ഒന്ന് തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ. ഞങ്ങൾ ഇത് നോക്കി പിടിച്ചിരുന്ന് കുറെ നേരമായിട്ട് വെയിൽ കൊള്ളുകയാണ്. അവർക്ക് മാത്രം എന്താ അത്ര പ്രത്യേകത? ഉണ്ടോ, തന്റെയൊക്കെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുത്തൊരു ജവാന്റെ പിത്തവേ അവർക്ക് പ്രത്യേകത ഉണ്ട്. സാർ പ്ലീസ്. മോളെ, നമ്മുടെ ഉഴിച്ച് സെന്റർ ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കും. അകത്തേക്ക് പോ. Excuse me. This is Dara. This is Tirmal Kendra. You go and watch. Okay? Okay, come on. ഇങ്ങോട്ട് വന്ന് ഒരു മിനിറ്റ്. വലിക്കല്ലടോ. ഇത് സായിപ്പത്തില്ലാന്ന് പറഞ്ഞ കഴുത്ത കയറാൻ വന്നേക്കരുത്. എല്ലാം റെഡിയല്ലേ? ഇവർക്ക് കഥകളിയാണ് കാണേണ്ടത്, അല്ലാതെ തിരുമലല്ല. കഥകളി തന്നെ വേണോ? കഥകളി ഒരു പഴഞ്ചൻ ചരക്കല്ലേ, ഇപ്പൊ സിനിമാറ്റിക് ഡാൻസ് അല്ലേ? സിനിമാറ്റിക് ഡാൻസ് നായർ ചൂട് അങ്ങോട്ട് കളിച്ചാൽ മതി.
കലാമണ്ഡലത്തിലേക്ക് പുറപ്പെട്ട് ഇവർ എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിച്ചതെന്ന് അറിയാമോ? ആദ്യം കലാമണ്ഡലം കത്തിക്കണം. അവന്റെ ചാക്യാർകൂത്തും കൂടിയാട്ടവും കഥകളിയും മനുഷ്യന് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്താണ് കഥകളിക്ക് വല്ല പ്രശ്നമുണ്ടോ? കഥകളിക്ക് ഒരു പ്രശ്നമില്ല. വാദ്യക്കാരും മേളക്കാരും ഒക്കെ എത്തിയിട്ടുണ്ട്. അതിനെന്താ നിന്ന് കരയണേ? ആരെവിടെ കരഞ്ഞേ? കരച്ചിലും പിടിച്ചിലും എനിക്ക് കേൾക്കണ്ട. സായിപ്പുമാര് നിക്കണോ പോണോ? അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്താണ്? ഈ കഥകളി തന്നെ വേണോ? വേറെ ഏതെങ്കിലും കളി പോരെ? സായിപ്പുമാര് നിക്കണോ പോണോ? സായിപ്പ് നിക്കണം. ബ്രദർ, എല്ലാം കഴിഞ്ഞു പോയി. ഇനി എന്ത് വാങ്ങണ്ടിയാണോ? ഇത് ഇന്നലെ ഉണ്ടാക്കിയതാ. Stop it. നമസ്തേ, നമസ്തേ. Stop it! This is not Kathakali. Are you trying to cheat us, bloody buffoon? സായിപ്പേ, no സായിപ്പേ. This is കഥകളി. 20 years കഥകളി. 20 years, Kathakali? Yes. എന്റെ അമ്മേ, എന്തേടി? ഞാനേ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്, അല്ലാണ്ട് വേറെ Don't ഒന്നുമില്ല. do that again. Mansalai? മലയാളം അറിയാലേ? മതാമല്ലേ ഇത്? ഇതൊക്കെ പാണ്ടാ. സായിപ്പ് പോകല്ലേ, ഞാൻ കൊണ്ടാക്കി തരാം. അവിടെ നിക്കോ? Okay, go, go. അവിടെ നിൽക്കുന്നു. അതെ, എന്റെ കയ്യിൽ വേറൊരു കളിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ചാക്യാർ കൂത്ത് പറ്റോ? ഓ, അത് കൂടെ കാണിക്കാത്ത കുഴപ്പമുള്ളൂ. വല്ലതും അറിഞ്ഞിട്ടാണ് ആ സായിപ്പ് കഥകളിൽ ഗവേഷണം നടത്തുന്ന ആളാ. എന്നാ പിന്നെ അത് നേരത്തെ പറയണോ കുട്ടി പിശാചേ? എവിടെ നായരെവിടെ? ഇവിടെ ഉണ്ട്, എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ടെന്ന്. എവിടെ ഉണ്ട്? വിളിക്കാനാ പറഞ്ഞത്. നായരല്ലേ ഇത്? ആ, ഞങ്ങൾ ഈ വീടും സെർച്ച് ചെയ്യാൻ പോവാ. എന്തിനാ? അതൊക്കെ പറയാം, വാ. Come on, search. That way. അതെ, തിരക്ക് കൂട്ടല്ലേ? ആരുടെ അമ്മേനെ നോക്കണേ? ഇതാരാ ഇവരൊക്കെ? എന്റെ വാദ്യക്കാരാ, എന്റെ മേളക്കാര്. ഓ. ഇതെന്താ നിലാവത്ത് അഴിച്ചിട്ട് കോഴികളെ പോലെ ഇങ്ങനെ നടക്കണേ? ഓ, ഇവിടെ പതിവായിട്ട് സായിപ്പ്മാര് വരാം. 3 പേര് വന്നു, അവരിപ്പോ തന്നെ പോയി. അടിയും കൊണ്ട് ദേ കിട്ടുന്ന അയ്യോ. എന്റെ പൊന്ന് സാറേ, ആദ്യമായിട്ട് വന്നത്, അവരിപ്പോ തന്നെ പോയി. എന്താ ഇവിടെ തപ്പണേ? എന്താ പ്രശ്നം? പറയില്ലല്ലേ? പെണ്ണേ, പേടിക്കണ്ട, വരും ഓഫീസിൽ തന്നെയാ സെർച്ച്. നിന്നെ ഒന്ന് കാണാൻ വേറെ ഒരു വഴി ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കുറച്ച് ഫോറിനേഴ്സ് വന്നിട്ടെന്ന് അറിഞ്ഞ. ആ പേരും പറഞ്ഞ് പട്ടാഭി സാറിനെ പിരികേറ്റി കൊണ്ടുവന്നിരിക്കുക. നിന്റെ അച്ഛൻ ഭാവി വരന്റെ പുറകെ പാവാടി എടുത്തോണ്ട് ശ്വാസം വിടാണ്ട് ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ വന്നത് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാം. താനെന്താണോ മരിച്ചത് പറയാൻ പോവാ? അപ്പൊ അറിഞ്ഞില്ലേ നായര് വൈദ്യരുടെ മോളെ കാണാനില്ലെന്ന്? ഞാനെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് തമാശയായിരുന്നില്ലേ? ഇപ്പൊ എന്തായി? വാ, കവലയിലേക്ക് വാ. ഇപ്പോഴാ ഞാൻ വിവരം അറിഞ്ഞത്. പട്ടാളം വന്നാൽ അപകടമാണ്, പെൺകുട്ടികളെ സൂക്ഷിക്കണം എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു പ്രകടനം? പട്ടാളം ഇങ്ങ് വരട്ടെ, എന്നിട്ട് വേണം എന്നെ ഓടിക്കാൻ, അല്ലേ? അതൊക്കെ പോട്ടെ, ഒരു അപകടം വരുമ്പോ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ പോലീസുകാരൻ. നായരെ, നിങ്ങളൊരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് തന്നാൽ മാത്രം മതി, ഇപ്പൊ പൊക്കും ഞാൻ ആ പട്ടാളത്തെ. എന്തൊക്കെയായാലും കേരള പോലീസിന് നാട്ടുകാരെ മറക്കാൻ പറ്റില്ലല്ലോ. അത് നേരാണ്. നിങ്ങളെ കടലാസ് ഒപ്പിട്ട് കൊടുത്താളേ. പ്രായം തന്നെ പെണ്ണാ. വേണ്ട ഗബ്ബാർ സാർ, നന്ദി. ചോദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് പറയാം. പക്ഷേ ഇവരെന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്.
പട്ടാമ്പി സാർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് നടത്തി കൊടുക്കുമായിരുന്നല്ലോ. പെൺകുട്ടി സ്വമേധയാ ഇറങ്ങിപ്പോയതാണെന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? സംഗതി പട്ടാളോ IPC സെക്ഷൻ 361 വകുപ്പ് പ്രകാരം തട്ടിക്കൊണ്ടുപോകൽ പെൺവാണിപ്പം. എന്റെ നായരെ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളൊരു ഒപ്പിട്ട് തന്നാ മതി, പട്ടാളത്തെ ഞാൻ ഇപ്പൊ പൊക്കും. എന്നാ ഞാനൊരു സത്യം പറയാം. എന്റെ മോളും പട്ടാമ്പി സാറും ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെയാ അവര് പോയത്. എനിക്ക് എന്റെ മോളുടെ ഇഷ്ടാ വലുത്. ഒരേ ഒരു മോളാ. ജാതിയും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അവരൊന്നും ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. അപ്പൊ കാണാം ഇയാളുടെ പരിഭ്രമം. അച്ഛാ, ഇങ്ങനെ വേണം അച്ഛന്മാരെ. എന്തിനാ ഈ ഒളിച്ചോട്ടൊക്കെ? ഞാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചോ? ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. ഏയ്, ഞാൻ അന്നേ സമ്മതിച്ചതല്ലേ. ശരിയാ. എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നു. മോളെ വിളിക്ക്. ബെന്നി. ഓ, ബെന്നിന്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനി കൂടെ ഉള്ളത് നല്ലതാ. ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടി ചേർന്നാൽ ഹിന്ദുസ്ഥാനി. എടോ, താൻ എന്ത് പണിയാണോ ചെയ്തത്? ഇതാ ഞാൻ പറഞ്ഞു, ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ ഒന്ന്. അത് നേരത്തെ തോന്നിയതുകൊണ്ട് ഇങ്ങനെ വേണ്ടി വന്നു. മോളുടെ ഇഷ്ടല്ലേ നായരെ വലുത്? എന്റെ മകൾ ഒരു ക്രിസ്ത്യാനിക്ക് കെട്ടിച്ചു കൊടുക്കാൻ തനിക്ക് ആരോട് ലൈസൻസ് എന്ന്? എന്തൊക്കെയായിരുന്നു? എനിക്ക് എന്റെ മോളുടെ ഇഷ്ടാ വലുത്. എനിക്ക് ആകെ ഒരു മോളാണ്. ജാതിയും അതൊരു പ്രശ്നമല്ല. എന്നിട്ട് ഇപ്പൊ എന്തായി നായരെ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പണിക്കരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു. വിധിയാണെന്ന് കരുതിക്കോളാ. മേടത്തിൽ കല്യാണം നടക്കുന്ന ഞാൻ പറഞ്ഞില്ലേ? കണക്ക് പിഴക്കില്ല. ഇതാണ് ആ കുട്ടിയുടെ യഥാർത്ഥ മംഗല്യയോഗം. വിളിച്ചനുഗ്രഹിക്കുക. അച്ഛന്റെ കാലം കൊണ്ട് അനുഗ്രഹം വാങ്ങിക്കാം. അനുഗ്രഹം കൊടുക്കുന്നു. ഇയാള് അമ്മേ ഭഗവതി, എന്തായാലും ഇത് കലക്കി കൊടുകൈ. പട്ടാളത്തെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ആ കൈ വിട്ടേ. നായര് വിഷമിക്കണ്ട. നായരുടെ മോൾക്ക് എന്തുകൊണ്ടും യോഗ്യനാ ബെന്നി. കല്യാണത്തിന്റെ ആഘോഷങ്ങളൊക്കെ പട്ടാളത്തിന്റെ വക. ഇന്ന് വൈകുന്നേരം ക്യാമ്പിൽ ബഡാഖാന. ഇതിന് ചില നിയമങ്ങളൊക്കെ ഇല്ലേ? പുഴയോരത്ത് എന്റെ പേരിൽ 15 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നോ? സാറേ, ഞാനൊരു പൊതുപ്രവർത്തകനാ. എന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനും എന്നെ തേജോവധം ചെയ്യാനും നിങ്ങൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ആരോപണം. പ്രസംഗമൊക്കെ പൊന്നാരിമംഗലത്തെ പാവപ്പെട്ട ജനങ്ങളോട് മതി. ഇത് പട്ടാള ക്യാമ്പാ. ഇവിടെ പ്രസംഗം വേണ്ട. പൊന്നാരിമംഗലം അംശം ദേശത്ത് പിലാക്കണ്ടിയിൽ അബ്ദുൾ റഹ്മാൻ മകൻ പിലാക്കണ്ടി മൊയ്തീൻ എന്ന മൊയ്തു താനല്ലേ? അതെ. എങ്കിൽ കഴിഞ്ഞ മാസം 12-ാം തീയതി പൊന്നാരിമംഗലം രജിസ്റ്റർ ഓഫീസിൽ 15 ഏക്കർ സ്ഥലം 24 ലക്ഷം രൂപ വെച്ച് തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബെന്നിയുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ യാദൃച്ഛികമായിട്ടാണെങ്കിലും ഞാൻ ആ ഡോക്യുമെന്റ് നേരിട്ട് കണ്ടതാണ്. ഈ കുഗ്രാമത്തിലെ പൊതുപ്രവർത്തനം കൊണ്ടും ലോക്കൽ നേതാക്കന്മാരുടെ ചംചാരി കൊണ്ടും നിനക്കത് വാങ്ങിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. മോനെ മൊയ്തീനെ പറയും, ആരാ തനിക്കത് വാങ്ങിച്ചു തന്നത്? പഠിച്ചോനാണ്. സത്യമായിട്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല സാർ. അപ്പൊ രാത്രി തന്നെ കാണാൻ ബോളോറോയിൽ വരുന്നത് ആരാ പിലാക്കണ്ടി? എന്റെ പൊന്ന് സാറുമാർ, അവരങ്ങനെ സ്ഥിരമായിട്ടൊന്നും വരാറില്ല. ആദ്യമായിട്ടാണ് അന്ന് രാത്രി അവരെന്റെ വീട്ടിൽ വന്നത്. അവരാണോ നിനക്ക് ആ സ്ഥലം വാങ്ങി തന്നത്? എനിക്കറിയില്ല സാറേ. അവരെ പറ്റി കൂടുതലൊന്നും അറിയില്ല. അതിലൊരാളെ പാലക്കാട് ഗ്രൂപ്പ് മീറ്റിംഗിന് പോയപ്പോ കണ്ടുവരിച്ചിട്ടുണ്ട്. അവരെന്തിനാ തന്നെ കാണാൻ വന്നത്? ഇലക്ഷന് മുമ്പ് ഹൈക്കമാൻഡിന് രഹസ്യ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി താലൂക്ക് ഓഫീസിൽ നിന്ന് സെൻസസ് റിപ്പോർട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വാങ്ങിക്കൊടുത്തു. എനിക്ക് 1000 രൂപ തരുകയും ചെയ്തു. പിന്നെ പാർട്ടി യൂത്ത് വിങ്ങിന് വേണ്ടി നടത്തുന്ന വിദേശയാത്രയ്ക്ക് എന്നെ അയക്കാന്ന് പറഞ്ഞ് എന്റെ റേഷൻ കാർഡും പാസ്പോർട്ടും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരെ കണ്ടാ താൻ തിരിച്ചറിയോ? അറിയാം സാർ. അതിലൊരുത്തൻ ഹിന്ദിക്കാരനാ. ചോദിച്ചപ്പോ ഹൈക്കമാൻഡിൽ നിന്നാണ് പറഞ്ഞേ. താൻ പറഞ്ഞത് മുഴുവൻ സത്യമാണെങ്കിൽ തന്റെ പേരിൽ പുഴയോർത്ത് സ്ഥലം വാങ്ങിയത് അവരായിരിക്കണം. അവർക്ക് പാർട്ടിയായിട്ട് ബന്ധമൊന്നും കാണില്ല. സെൻസസ് റിപ്പോർട്ട് കളക്ട് ചെയ്തതിന്റെ പിന്നിലും ബിനാമി പേരിൽ സ്ഥലം വാങ്ങിയതിലും മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. വളരെ അപകടകരമായൊരു ഉദ്ദേശം. അന്ന് പുഴയിൽ മീൻ ചത്ത് പൊങ്ങിയത് നഞ്ച് കലക്കിയത് കൊണ്ടല്ല,
ടെസ്റ്റ് റിപ്പോർട്ടിൽ വെള്ളത്തിന്റെ സാമ്പിളും പായലിന്റെ സാമ്പിളും സയനൈഡിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. നാട്ടുകാരെ വെറുതെ പേടിപ്പിക്കേണ്ടെന്ന് കരുതിയ ഈ വിവരം പുറത്തു പറയായിരുന്നു. തന്നെയുമല്ല, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ, എന്തൊക്കെയാണ് അവരുടെ ഉദ്ദേശം, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. പടച്ചോനെ, നിങ്ങൾ എന്തായാലും ഇത് കണ്ടുപിടിക്കണം. എൻ്റെ ജീവൻ കളയേണ്ടി വന്നാലും എന്ത് സഹായത്തിന് ഞാൻ കൂടിയുണ്ടാവും. ഇത് വെക്കോളൂ. തലപ്പാറച്ചേരിയിലെ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെ ആയിരിക്കണം ഇതിന്റെയും പിന്നിൽ. പക്ഷേ സാർ, ഫുള്ളി ആംഡ് ആയിട്ട് ഒരു ഫോഴ്സിന്റെ പ്രസൻസ് ഉള്ള ഈ സ്ഥലത്ത് അവരതിന് തയ്യാറാവോ? സായുധമായ ഒരു അറ്റാക്കല്ല, കൂടുതൽ ഗുരുതരമായ മറ്റെന്തോ.